കോഴിക്കോട് പന്തീരങ്കാവിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്നു. ഇസാഫ് ബാങ്കിലെ ജീവനക്കാരനായ അരവിന്ദിൽ നിന്ന് പന്തീരങ്കാവ് സ്വദേശി ഷിബിൻ ലാൽ ആണ് പണം കവർന്നത്. മറ്റൊരു സ്ഥാപനത്തിൽ താൻ സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും അത് മാറ്റി ഇസാഫിൽ പണയം വെക്കാമെന്നും പറഞ്ഞ് ഷിബിൻ ലാൽ ഇസാഫ് ബാങ്കിനെ കബളിപ്പിക്കുകയായിരുന്നു. പണയ സ്വർണം എടുക്കാനുള്ള തുകയുമായാണ് ഷിബിൻ ലാൽ കടന്നുകളഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേരുന്നു. ഗോകുൽ, എന്താണ് സംഭവം? ആസൂത്രണത്തോടെയായിരുന്നു ഷിബിൻ ലാൽ കവർച്ച നടത്തിയത്. അതായത് ഷിബിൻ ലാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബാങ്കിന്റെ അക്ഷയ ഫിനാൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ 38 ലക്ഷം രൂപയുടെ സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും അത് ഇവിടുന്ന് ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ, അതായത് അത് ഇവിടെ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ സ്ഥാപനവുമായിട്ട് ഒരു കച്ചവടം സ്ഥാപിക്കാമെന്നും ആ ബിസിനസ് നിങ്ങൾക്ക് ലാഭകരമാകുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയത്. അതായത് 38 ലക്ഷം രൂപയുടെ സ്വർണം ഇവിടെ പണയം വെച്ചിട്ടുണ്ട് എന്നും ആ സ്വർണം എടുത്ത് തരുകയാണെങ്കിൽ ആ സ്വർണം നിങ്ങളുടെ ബാങ്കിൽ പണയം വെക്കാമെന്നും പറഞ്ഞായിരുന്നു ഇസാഫ് ബാങ്ക് ജീവനക്കാരുമായി ഷിബിൻ ലാൽ ബന്ധപ്പെടുന്നത്. നേരത്തെ തന്നെ ഷിബിൻ ലാൽ മറ്റു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതുപോലെ തന്നെ ഈ അക്ഷയ ഫിനാൻസിൽ വെച്ചിട്ടുള്ള സ്വർണം എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്ഥാപനത്തിൽ പണയം വെക്കാമെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ അക്ഷയ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഇത്തരത്തിലൊരു സ്വർണം ഈ ഷിബിൻ ലാൽ പണയം വെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു. എന്നാൽ ഇസാഫ് ബാങ്കിലെ ജീവനക്കാർ അത്തരത്തിൽ ഒരു അന്വേഷണം നടത്താൻ തയ്യാറായില്ല. അങ്ങനെ തയ്യാറാവാതെ തന്നെയാണ് ഷിബിൻ ലാലിന് ഇസാഫ് ബാങ്കിൽ മെമ്പർഷിപ്പ് കൊടുക്കുകയും ഷിബിൻ ലാൽ പറഞ്ഞത് വിശ്വസിച്ചനുസരിച്ച് ഈ അക്ഷയ ഫിനാൻസിലേക്ക് എത്തുകയും ചെയ്ത്. അങ്ങനെ എത്തി ഷിബിൻ ലാലും ഈ അക്ഷയ ഫിനാൻസിലെ ജീവനക്കാരനായിട്ടുള്ള മറ്റൊരാളും കൂടി ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന സമയത്താണ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന 40 ലക്ഷത്തോളം രൂപ തട്ടിപ്പറിച്ച് കടന്നു കളഞ്ഞത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. 40 ലക്ഷം രൂപ തട്ടിപ്പറിച്ച് കടന്നു കളയുകയായിരുന്നു. അയാളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഊർജിതമായി നടക്കുന്നുണ്ട്. CCTV-കളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. നേരത്തെ ഈ ഇസാഫിൽ നിന്ന് ഇവിടെ നിന്നുള്ള സ്വർണം എടുക്കാൻ ആവശ്യമായ പണവുമായി വന്ന അരവിന്ദൻ എന്ന് പറയുന്ന ജീവനക്കാരിൽ നിന്ന് പോലീസ് എന്തായാലും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പോലീസിന്റെ കൺട്രോൾ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ നേരത്തെ തന്നെ ഇസാഫ് ബാങ്കുമായിട്ട് ഈ ഷിബിൻ ലാൽ ബന്ധപ്പെടുകയും ഇടപാടുകളൊക്കെ നടത്തുകയും ഒരുപാട് തവണ പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഷിബിൻ ലാലിന്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഫോട്ടോകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഒരു കറുത്ത ജൂപ്പിറ്റർ സ്കൂട്ടിയിലായിരുന്നു ഷിബിൻ ലാൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പല സ്ഥലങ്ങളിൽ നിന്ന് പോലീസിനൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ഇസാഫ് ബാങ്കിലെ ജീവനക്കാരനായിട്ടുള്ള ഈ പണം കൊണ്ടുവന്നിട്ടുള്ള അരവിന്ദൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് പോലീസ് മൊഴിയും എടുത്തിട്ടുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ തന്നെ മറ്റു സ്വകാര്യ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെടുകയും ഇവിടെ താൻ വെച്ചിട്ടുള്ള സ്വർണം എടുത്തു തരികയാണെങ്കിൽ ആ സ്വർണം നിങ്ങളുടെ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അവിടെയൊന്നും നടക്കാതായതോടു കൂടിയിട്ടാണ് പിന്നീട് ഇസാഫിൽ ബന്ധപ്പെട്ടത്. ഇസാഫിൽ ബന്ധപ്പെട്ട സമയത്ത് അവർ ഷിബിൻ ലാൽ പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിച്ചു. ആ സ്വർണം ടേക്ക് ഓവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നു. അതിനാവശ്യമായ പണവുമായി വരുന്ന സമയത്താണ് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ട് ഈ സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്.